ഞങ്ങൾ ദീമാപൂരിലുള്ള ഒരു പുരാവസ്തു എന്ന് തന്നെ പറയാം സ്ഥലത്താണ്. അതായത് 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച തൂണ് പോലുള്ള കുറച്ച് തൂണുകൾ ഇവിടെ അവശേഷിച്ചിട്ടുണ്ട്. ഇത് അന്നത്തെ ഇവിടെ ഭരിച്ചിരുന്നത് ദീമാപൂർ ഭരിച്ചിരുന്നത് കച്ചാരി രാജ്ബാരി രാജവംശമാണ്. അവരുടെ കാലത്തുണ്ടാക്കിയ ഈ കൂണ് പോലുള്ള തൂണുകളാണിത്. കാലപ്പഴക്കത്തിൽ ഇത് പല തൂണുകളും നശിച്ചു പോയിട്ടുണ്ട്. എന്നാൽ പല തൂണുകളും അതേപോലെ ഭംഗിയോടെ പ്രൗഢിയോടെ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഈ തൂണുകൾ എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നുള്ള അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ്. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കുറേ തൂണുകളുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഊഹിക്കാം, ഇത് ചെസ്സ് കളിയിലെ കരുക്കള കണക്കാണ് ഇരിക്കുന്നത്. അന്നത്തെ രാജാക്കന്മാർ ചെസ്സ് കളിച്ചത് ഈ രൂപങ്ങൾ വെച്ചിട്ടായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അന്നത്തെ രാജാക്കന്മാരുടെ വലിപ്പമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അഹോം രാജവംശം ഇവരെ കീഴ്പ്പെടുത്തിയപ്പോഴത്തേക്ക് ആണ് ഇതൊക്കെ നശിച്ചു തുടങ്ങിയത്. ഇത്രയുമാണ് എൻ്റെ ചരിത്രം പറയാനുള്ളത്. ഈ തൂണൊക്കെ ഇപ്പം എക്സാക്റ്റായിട്ട് അതേപോലെ നിൽപ്പുണ്ട്. പഴയ പ്രൗഢിയോടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. ഇതൊക്കെ എന്നാൽ ചിലതൊക്കെ ഒടിഞ്ഞു നടക്കുന്നുണ്ടല്ലേ. ഇനി കുറേ മോണലുത്തുകൾ ഉണ്ട് ഇവിടെ. നല്ലൊരു ഏരിയയാണ്, വലിയൊരു ഏരിയയാണ്. അങ്ങേയറ്റത്ത് കുറച്ച് പൊളിഞ്ഞിറക്കുന്ന സ്മാരകങ്ങളുണ്ട്. അവിടെയും കൂടെ പോയി നോക്കിയേക്കാം. സംഭരണിയാണ്. ആ രാജവംശത്തിൻ്റെ പേര് കച്ചാരി രാജവംശം എന്നാണ്. അവരുടെ കാലത്ത് ഇത് മധ്യകാലഘട്ടത്തിൽ, അത് 10-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കൂണ് കണക്കുള്ള കുറേ ശിലകളാണ്. ഇത് എന്തിനുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ അജ്ഞാതമാണ്. ഇവിടെ ഒരു പോണ്ടുണ്ട്, ഒരു ടാങ്കുണ്ട്. ഈ ടാങ്കിലിപ്പം ആമ്പലൊക്കെ കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അന്നത്തെ രാജവംശക്കാർ ജലസേന പദ്ധതിയിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നവരെന്നാണ് ഇത് കാണിക്കുന്നത്. ഇനിയും കുറേ മോണോലിത്തുകളുണ്ട്. ആ കൂണ് ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഒരേ കണക്കുള്ള സ്ട്രക്ചറാണ്, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് വലിയ ആൾക്കാരെ ആകർഷിക്കുന്ന വലിയ സാധനങ്ങളൊന്നുമല്ല ഇവിടെ ഉള്ളത്. എന്നാലും 10-ാം നൂറ്റാണ്ടിൽ കിട്ടിയൊരു സാധനം, ഒരു പുരാവസ്തു കാണാമെന്നുള്ള ഒരു സന്തോഷം. ഇത് നല്ലൊരു ഏരിയ ഇവിടെ ഉണ്ട്. ഇതെല്ലാം കാട് പിടിച്ചിടക്കായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും മൊത്തം വെട്ടിത്തെളിക്കുന്നുണ്ട് ആൾക്കാർ. അല്ലെങ്കിൽ ഇത് മൊത്തം ആ ഒരു തലയ്ക്കൊപ്പം കാട് വളർന്ന് കിടന്നതായിരുന്നതാണ്. അപ്പം കുറേ പേര് നിന്ന് ഇതൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനത്തിന് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. നല്ലൊരു ഏരിയ കവർ ചെയ്ത് തരുന്നുണ്ട്. ഇനി കുറച്ച് മോണോലിത്തുകൾ അങ്ങേയറ്റത്തുണ്ട്. അതും കൊണ്ടൊന്ന് പോയി നോക്കിയേക്കാം. വിത്ത് നിൽക്കുന്നു. ഇത് ഭയങ്കര മാരകമായ വലിപ്പമുള്ളതാണ്. മറ്റേതായിട്ട് ഇതിനൊക്കെ മേടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇരട്ടി ഫുൾ വലിപ്പമുണ്ട്. ഇതിന് ഇങ്ങനെ നീണ്ടു തുറന്ന് നിൽക്കുക. ഒറ്റ പാറയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. വായിക്കറിയത്തില്ല നമുക്ക്. ഇവിടെയും കുറച്ച് പാറകളൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ പിന്നെ ഉണ്ടാക്കിയതായിരിക്കും. ഈ പാറകൾ എന്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ്. ഇത് കുഴിച്ചു നിർത്തി കണക്കൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഇല്ലേ, ഇതിനകത്ത് ചിത്രമുണ്ട് ഈ പാറയിൽ. ഉണ്ടോ? അത് ഹോൺബില്ലാണ് ഇല്ലേ? ഇതിനകത്തൊരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം പോയി. ആ ചിത്രം കൊത്തി വെച്ചേക്കാം. ഇത്രയൊക്കെ ഉള്ളു ഇവിടെ കാണാനായിട്ട്. ഇത് കണ്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ദീമാപൂർ വന്നിട്ട് ഇത് കണ്ടില്ല എന്നുള്ള വിഷമൊന്നും ഓർക്കും വേണ്ട. ഇതെന്തോ ഇത് ക്ലോസറ്റാ അല്ലേ? അതൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ള അറിയാത്തതുകൊണ്ട് നമുക്കൊരു താല്പര്യം തോന്നുന്നില്ല. ഇവിടെ ഇതിനകത്ത് കൊത്തുപണികളൊക്കെ ഉണ്ട്.
ഇങ്ങനെ നാളെ കച്ചാരി റോയിൻസ് കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ദിമാപൂർ മാർക്കറ്റിലേക്ക് പോവുകയാണ്, മാർക്കറ്റ് ഒന്ന് കാണാനായിട്ട്.